നമ്മുടെ ഹീറോ പിച്ചക്കാരനെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയും ചുറ്റുമുള്ളവർ അതിൽ അത്ഭുതപ്പെടുകയും ചെയ്യുന്നു. അതൊന്നും കാര്യമാക്കാതെ നമ്മുടെ ഹീറോ രാജകുമാരനായ റയാനോട് സ്വയം പരിചയപ്പെടുത്തുന്നു. ഇത് കണ്ട രാജകുമാരനും അത്ഭുതത്തോടെ ഹീറോയോട് അവൻ്റെ പേര് പറയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോ റയാൻ്റെ കയ്യിൽ പിടിച്ച് ഇവനെ ഞാൻ ഭർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. അത് കേട്ട് റയാനും അവനെപ്പോലെ ചുറ്റുമുള്ളവരും എല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോവാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ റയാൻ ഹീറോയുടെ കൈവിട്ട് ശരിക്കും നിനക്കെന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന നമ്മുടെ ഹീറോ ഈ പന്ത് നിന്റെ കയ്യിലല്ലേ കിട്ടിയത്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് അത്ഭുതപ്പെട്ട് റയാൻ ഹീറോയോട് എനിക്ക് നിനക്ക് വേണ്ടി നല്ല വീടോ ഭക്ഷണമോ ഒന്നും തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ നമുക്ക് രണ്ടുപേർക്കും ആരോഗ്യമുണ്ട്, പരസ്പരം സഹായിച്ച് നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് പറയുന്നു. ഇതും കൂടി കേൾക്കുന്ന റയാൻ ഇത്ര നല്ല സ്ത്രീയെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് ഹീറോയെ പറ്റി മനസ്സിലാലോചിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ അച്ഛനും അമ്മയും ഒന്നിനും കൊള്ളാത്ത പിച്ചക്കാരനെ കല്യാണം കഴിച്ചിട്ട് നിനക്കെന്തിനാണ്, ഇവനെ കൊണ്ട് നിനക്ക് നല്ല ഒരു ഭാവി ലഭിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോ നല്ല ഭാവി എന്നാൽ ക്യാഷും വരുമാനവും ഒന്നുമല്ല, സമാധാനമായ ജീവിതമാണെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നിന്ന് ചുറ്റുമുള്ളവർ ഇവർക്ക് രണ്ടാക്കും സമ്മതമാണെങ്കിൽ ഈ കല്യാണം നടത്തണമെന്ന് പറയുന്നു. ഇത് കേട്ട അച്ഛൻ ഹീറോയോട് നിന്റെ ജീവിതം ഇതോടെ അവസാനിച്ചെന്നും ഇവിടെ നിന്ന് നിനക്കൊന്നും തരില്ല എന്നും പറയുന്നു. ഇത് കേട്ട ഹീറോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ കൂടി നിന്നവരെല്ലാം പോകുന്നു. അപ്പോഴാണ് ഡയാന നീ ഒരു പിച്ചക്കാരനെ കല്യാണം കഴിച്ചാൽ നിന്റെ സ്ഥാനം എന്നേക്കാൾ വളരെ താഴെയായിരിക്കുമെന്ന് പറഞ്ഞ് അപമാനിക്കുന്നുണ്ട്. ഇത് കേട്ട ഹീറോ നീ ആദ്യം നിന്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്ക്, അവനുമായുള്ള ജീവിതം അത്ര സുഖമുള്ളതായിരിക്കില്ല എന്ന് പറയുന്നു. ഇത് കേട്ട ഡയാന ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാണ് ചെയ്തത്. അവളുടെ പുറകെ അച്ഛനും അമ്മയും ഡേവിഡും പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ഹീറോ റയാനോട് 3 ദിവസത്തിന് ശേഷം കുടുംബത്തോടൊപ്പം ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നു. റയാൻ അതിന് ചിരിച്ചുകൊണ്ട് ശരി എന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് കല്യാണ ദിവസമാണ്. ഡയാനയ്ക്ക് സ്ത്രീധനമായി 20 പവനോളം സ്വർണമാണ് കൊടുത്തത്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും കൊടുത്തില്ല എങ്കിലും ആ സങ്കടമൊന്നും ഹീറോയുടെ മുഖത്ത് കാണുന്നില്ല. എന്നിട്ടും ഡയാന ഹീറോയെ നീ പിച്ചക്കാരനെ കല്യാണം കഴിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞ് കളിയാക്കാണ് ചെയ്യുന്നത്. ദേഷ്യം വന്നെങ്കിലും നമ്മുടെ ഹീറോ അതൊന്നും പുറത്ത് കാണിച്ചില്ല. ആദ്യം വന്നത് ഡയാനയുടെ വരനായ ഡേവിഡാണ്. അവൻ വലിയ കുതിരപ്പുറത്ത് കുറെ ആളുകളുമായാണ് വന്നത്. ഇത് കണ്ട് ഡയാന ഒരുപാട് സന്തോഷിക്കുന്നു. അവൻ കുതിരപ്പുറത്ത് നിന്നിറങ്ങി അച്ഛനോടും അമ്മയോടും പ്രണാമം പറഞ്ഞ് അവരുടെ അടുത്ത് പോയി നിൽക്കുന്നു. എന്നിട്ടും നമ്മുടെ ഹീറോയുടെ വരനായ റയാൻ വന്നില്ല. ആ സമയം മുതലെടുത്ത് ഡയാന നിന്റെ പിച്ചക്കാരൻ ഇനിയും വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നു. നമ്മുടെ ഹീറോ ഇതൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് റയാൻ അങ്ങോട്ടേക്ക് വന്നത്. അച്ഛനോടും അമ്മയോടും പ്രണാമം പറഞ്ഞ് അവൻ അവിടെ നിൽക്കുന്നു. നമ്മുടെ റയാൻ സാധാരണ വേഷമാണ് ധരിച്ചിരിക്കുന്നത്. ഇത് കണ്ട ചുറ്റുമുള്ളവനും അച്ഛനും അമ്മയും എല്ലാവരും നീ കല്യാണത്തിനാണോ അതോ ഇവിടെ പിച്ചെടുക്കാൻ വന്നതാണോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ഇതൊന്നും മൈൻഡാക്കാതെ റയാൻ ഹീറോയോട് പോകാമെന്ന് പറയുന്നു. ആ സമയത്ത് ഹീറോയുടെ അനിയത്തി എങ്ങനത്തെ വസ്ത്രമാണ് കല്യാണത്തിന് ഇടേണ്ടത് എന്ന് പോലും നിനക്കറിയില്ലേ, നീ എൻ്റെ ചേച്ചിയെ അപമാനിക്കുകയാണോ എന്ന് പറഞ്ഞ് കളിയാക്കും വിധത്തിൽ സംസാരിക്കുന്നു. അതോടൊപ്പം ഹീറോയുടെ അച്ഛൻ നിനക്കെന്താ ബുദ്ധിയില്ലേ, ഒരു പരിപാടിയിൽ എന്ത് ധരിക്കണമെന്ന് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് റയാനെ ഷൗട്ട് ചെയ്യുന്നു. അപ്പോൾ ഹീറോയുടെ അമ്മ ഇവൾ ഇന്ന് ഈ വീട് വിട്ട് പോവല്ലേ, പിന്നെ നമ്മൾക്ക് അവളുമായി ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അവർ 4 പേരും താഴേക്ക് വരുന്നു. അവൾ പോകുന്നത് കാണുന്ന ഡെപ്യൂട്ടി മിനിസ്റ്റർ ആ പോകുന്നത് രാജകുമാരൻ റയാനല്ലേ എന്ന് പറഞ്ഞ് ഹീറോയുടെ അച്ഛനോട് നിങ്ങൾ ഭാഗ്യവാനാണ് എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ഹീറോയുടെ അച്ഛൻ തൻ്റെ ഇളയ മരുമകനായ ഡേവിഡിനെ പറ്റിയാണ് പറയുന്നത് എന്ന് കരുതി ഒരു പുഞ്ചിരി നൽകുന്നു. ഡയാനയും ഡേവിഡും കുതിരപ്പുറത്ത് പോകുന്നു. റയാൻ നമ്മുടെ ഹീറോയെ എടുത്തുകൊണ്ടാണ് പോയത്. ഇതിൽ ഹീറോയുടെ അനിയത്തിക്ക് ചെറിയ അസൂയുണ്ടെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയും റയാനും ഒരു വാടക വീട്ടിൽ നിൽക്കുന്നതാണ്. റയാൻ ഹീറോയോട് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നെ താമസിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ അത് സാരമില്ല, ഇവിടെ ആവശ്യത്തിന് സ്ഥലമില്ലേ എന്ന് പറയുന്നു. ഇതും കൂടി കേട്ട റയാൻ നിനക്ക് തരാൻ ഇപ്പോഴെൻ്റെ കയ്യിൽ ഒന്നുമില്ല
എന്ന് പറഞ്ഞ് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പെൻഡൻ്റ് എടുത്ത് അവൾക്ക് കൊടുത്തിട്ട് ഇത് എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായി എനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞ് അത് അവൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴവൾ ഇത് ഞാൻ നന്നായി സംരക്ഷിച്ചു കൊള്ളാമെന്നും പറയുന്നു. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. അപ്പം നമ്മുടെ ഹീറോ പുറത്തു പോവാൻ നിൽക്കായിരുന്നു. അപ്പം റയാൻ ഞാനും വരാമെന്ന് പറഞ്ഞ് കൂടെ പോകുന്നു. അവർ ഇറങ്ങാൻ നേരം കുറേ രാജകൊട്ടാരത്തിലെ പടയാളികൾ റയാന്റെ മുന്നിൽ മുട്ടുകുത്തി ഞങ്ങൾ വന്നു രാജകുമാര എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ അത്ഭുതത്തോടെ റയാനെ നോക്കുന്നു. യാചക രാജാവിന്റെ റാണി എന്ന സ്റ്റോറി എപ്പിസോഡ് 2 ഇപ്പൊ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതിന്റെ ബാക്കി എന്ത് സംഭവിക്കുമെന്ന് അറിയാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.